അന്തരിച്ച മുൻ MLA PT തോമസിന്റെ പൊതുദർശന ചടങ്ങുമായി ബന്ധപ്പെട്ടുയർന്ന അഴിമതി ആരോപണത്തിൽ UDF ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയ്ക്ക് തിരിച്ചടി. പൂക്കൾ വാങ്ങിയതുൾപ്പെടെ മുനിസിപ്പൽ ഫണ്ടിൽ നിന്നും ചെലവഴിച്ച തുക തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ നഗരസഭാ ചെയർപേഴ്സൺ നോട്ടീസ് നൽകി. പൊതുദർശനം സംഘടിപ്പിച്ചതിന്റെ പേരിൽ UDF ഭരണസമിതി ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നേരത്തെ നഗരസഭാ സെക്രട്ടറിക്കും വിജിലൻസിനും പരാതി നൽകിയിരുന്നു. തൃക്കാക്കര നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ PT തോമസിന്റെ പൊതുദർശനം നടത്തിയതിന്റെ പേരിൽ UDF ഭരണസമിതി ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. പൂക്കൾ വാങ്ങിയതിന് മാത്രമായി 1,27,000 രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ ഇത്രയും തുകയുടെ പൂക്കൾ പൊതുദർശന ഹാളിൽ ഉണ്ടായിരുന്നില്ലെന്നും ക്രമക്കേട് നടത്തിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു LDF കൗൺസിലർമാരുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്കും വിജിലൻസിനും പരാതി നൽകിയിരുന്നു. ഇതിനിടെ ചെലവായ തുക നഗരസഭാ ചെയർപേഴ്സന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് തിരിച്ചടച്ച് കോൺഗ്രസ് തടിയുവരാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ തുക റിലീഫ് ഫണ്ടിൽ നിന്നും പിൻവലിച്ച് തനത് ഫണ്ടിൽ നിക്ഷേപിക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ നഗരസഭാ ചെയർപേഴ്സൺ നൽകിയിരിക്കുന്ന നോട്ടീസിലെ നിർദ്ദേശം. മാത്രമല്ല, ഭാവിയിൽ നഗരസഭയിൽ നിക്ഷിപ്തമല്ലാത്ത ചുമതലയ്ക്ക് തുക ചെലവഴിക്കുന്നതിന് സർക്കാർ അനുമതി ഉറപ്പാക്കണമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ദുരിതാശ്വാസ നിധിയിലെ തുക ഇതിനകം ചെലവഴിച്ച സാഹചര്യത്തിൽ തനത് ഫണ്ടിലേക്ക് തുക എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നറിയാതെ വെട്ടിലായിരിക്കുകയാണ് തൃക്കാക്കരയിലെ UDF ഭരണസമിതി. കൈരളി ന്യൂസ്, കൊച്ചി.